ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മൾ കുട്ടികളും പിന്നെ അഞ്ജിതയുടെ ഫാമിലി എല്ലാവരും കൂടെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത്. നമ്മൾ എല്ലാവർക്കും ഓഫായിട്ടുള്ളൊരു ദിവസം നോക്കിയിട്ടാണ് പൊതുവേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാറ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അതുപോലെ തന്നെ ഹസ്ബൻഡ്സ് രണ്ടുപേർക്കും, റിജിത്തേട്ടനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഓഫ് ഡേ ആണ്. ഞങ്ങൾക്ക് മോർണിംഗ് മാത്രമേ ഷിഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരു വൈകിട്ട് 4 മണി 5 ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ഷോപ്പിലേക്ക് നടന്ന് തന്നെയാണ് പോകുന്നത്. കാരണം ഷോപ്പ് വളരെ അടുത്താണ്, നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഷോപ്പ്. അങ്ങനെ വലിയ ഡിസ്റ്റൻസ് വരുന്നില്ല. നമ്മൾ പോകുന്നത് മൊറിസൺസ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. ഒരു വലിയൊരു ഹ്യൂജ് സൂപ്പർ മാർക്കറ്റാണ്. അതുപോലെ തന്നെ അൽദി ഒക്കെ ഉണ്ട്, നമ്മളുടെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. മോറിസൺസിൻ്റെ അടുത്തായിട്ട് തന്നെ അൽദി ഉണ്ട്. പക്ഷെ കൂടുതലും ഞങ്ങൾ മോറിസൺസിൽ പോയാണ് പർച്ചേസ് ചെയ്യാറ്. നേരത്തെ മുതൽ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇവിടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അതൊരു വലിയൊരു ഹ്യൂജ് ഷോപ്പാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യൻ ഫുഡ്സിന് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടുന്നത് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും പല ചോയ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ഷോപ്സിലും കിട്ടും. പിന്നെ ഇന്ത്യൻ ഷോപ്സ് അല്ലാതെയും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ കിട്ടുന്നതുകൊണ്ട് ഇവിടെയാണ് പോവാറ്. പിന്നെ റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റുള്ള ഷോപ്സിന് വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സേവേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ റേറ്റ് കുറവിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ, അതായത് എല്ലാ സെക്ഷനിലും ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, പിന്നെ ഫുഡ് വേറെ ഐറ്റംസ്, പിന്നെ അങ്ങനെയുള്ള ഓരോ സെക്ഷനിലും മീറ്റ് എവറിത്തിങ് നമുക്ക് സേവേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് ഫ്രൂട്ട്സ് വാങ്ങാനാണ്. ഫ്രൂട്ട്സ് എടുക്കുന്ന സെക്ഷനിലേക്കാണ്. അപ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് പർച്ചേസ് ചെയ്തു. ജൂക്കോ മാത്രമാണ് ഫ്രൂട്ട്സ് കഴിക്കാത്തത്. ബാക്കി എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കും. ജൂക്കോന് എന്തോ ഫ്രൂട്ട്സ് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ജൂക്കോന് മാത്രം കഴിക്കില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഓറഞ്ച് ഇലയോട് കൂടെ തന്നെ കണ്ടു, തണ്ടും ഇലയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കത് കാണാനായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതെടുത്ത് നോക്കിയത്. പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡോണറ്റ്സിൻ്റെ സെക്ഷനിലാണ്. ഡോണറ്റിൻ്റെ ആളാണ് ജൂക്കോന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഫുഡാണ് ഡോണറ്റ്സ്, അതുപോലെ തന്നെ ക്രൂസോ, അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും പുള്ളിക്കാരന് പിടിക്കുക. എന്താ പറയുക, അവൻ ഇവിടെ ജനിക്കേണ്ട കുട്ടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കൾച്ചറിലാണ് അവൻ ഫുഡൊക്കെ അവൻ അങ്ങനെയാണ് കഴിക്കാറ് കൂടുതലും. പിന്നെ ഇതൊരു ഫ്രൂട്ട് നമ്മൾ പണ്ട് നാട്ടിൽ പറമ്പിലൊക്കെ കിട്ടുന്നതാണ്, പറമ്പിലൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഇവിടെ കണ്ടപ്പോഴത്തേനും, അതായത് ഇവിടെ പാക്ഡായിട്ട് വന്നപ്പോഴത്തേനും കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സെക്ഷൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ആൾക്ക് വളരെ ഇഷ്ടമായ ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ടാവും, അത് മിസ്സാവാറില്ല. അപ്പോൾ ആ സെക്ഷനിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനത് നോക്കിയില്ലായിരുന്നു, വീഡിയോയിലാണ് കാണുന്നത്. പിന്നെ ഇത് കുറേ കേക്ക്സാണ് കേട്ടോ, പല ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലേവറിൽ വരുന്ന കേക്കുകളാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഓൾറെഡി പാക്ഡായിട്ടും നമ്മൾക്ക് എല്ലാ ഷേപ്സും, സ്പൈഡർമാൻ, ബാർബി, പെപ്പ പിഗ്, ചോക്ലേറ്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഹാർഡ് ക്രീമിൽ വരുന്നതും ഫ്രഷ് ക്രീമിൽ വരുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കേക്ക്സിൻ്റെ സെക്ഷനിൽ കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോവാണ്. കുട്ടികൾ അലമ്പി തുടങ്ങി, മറ്റേ ട്രോളിയിലിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലമ്പാൻ തുടങ്ങി. പിന്നെ ബെൽറ്റൊക്കെ ഇട്ട് അവിടെ തന്നെ ഇരുത്തിയേക്കുവാണ്, ഇറക്കി വിട്ട് കഴിഞ്ഞാൽ സീനാണ്. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് ഇവർ കൊണ്ടുപോകുന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡും അഞ്ജിതയുടെ ഹസ്ബൻഡും നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് പാക്ക് ചെയ്താണ് കൊടുത്തു വിടാറ്. നമ്മൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച്, ബർഗേഴ്സ്, റാപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു വിടാറ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സെക്ഷൻ കണ്ടു. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തത്. വാലന്റൈൻസ് ഡേ വരുവാണ്. നമ്മൾക്ക് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ വരുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ ഒരു സെക്ഷൻ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുവാണ്. അതിപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ഹലോവിൻ ആണെങ്കിലും ഏത് ഫങ്ഷൻ ആണോ വരുന്നത്, ഇതാണ് വരുന്നത്, അതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഷോപ്പ് അത് റിലേറ്റഡ് ആയിട്ട് അവർ മാറ്റും.
അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് അതെല്ലാം കാണാൻ. കാരണം നേരത്തെ തന്നെ വരുന്നത് കൂടുതലും ആ നേരത്തെ വരുമ്പോൾ അതിന് റേറ്റ് കുറച്ച് കുറവായിരിക്കുള്ളൂ. അന്നത്തെ ആ ഒരു ദിവസം അടുക്കാറാകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നേരത്തെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അവർ നേരത്തെ ആ ഒരു സെക്ഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഞങ്ങൾ കണ്ടത് എല്ലാവരും നേരത്തെ തന്നെ 1 മാസം മുന്നേ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. അപ്പോൾ കാർഡ്സിൻ്റെ സെക്ഷനാണ്. കാർഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനാണ്. ഇവിടെ എല്ലാ ഷോപ്സിലും കാർഡ്സ് അവൈലബിൾ ആണ്. എല്ലാവരും ഗിഫ്റ്റ് ചെയ്യുന്നത് കൂടുതലും ഫ്ലവേഴ്സും കാർഡ്സും ആണ് കൂടുതലും ഇവിടെ ഗിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സെക്ഷനിൽ കൂടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെജിറ്റബിൾസ് എടുക്കാനാണ് പോയത്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും മടി കൊണ്ടും ആണെന്ന് പറയാം. എന്നാലും കഴിക്കാൻ പൊതുവെ ഇഷ്ടമല്ലല്ലോ ആർക്കും, അതുകൊണ്ടും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും വാങ്ങിക്കണം എന്നാണ് അങ്ങനെ വെജിറ്റബിൾസൊക്കെ എടുത്തു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് അത്യാവശ്യം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കൗണ്ടറിൽ നമുക്ക് ക്യാഷ് കൗണ്ടറുണ്ട്, അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റും ക്യാഷും കാർഡും കൂടെ അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് കൗണ്ടറിൽ പോയിട്ട് ബില്ലടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാഫ് തന്നെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. അല്ലാതെ നമുക്ക് ആ ഒരു തിരക്കിലൊന്നും പെടാതിരിക്കാനായിട്ട് അല്ലാത്ത ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. ക്യാഷ് ആൻഡ് കാർഡും അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ് നമുക്ക് തന്നെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഓരോ ഐറ്റംസിൻ്റെ റേറ്റും വെയിറ്റ് അങ്ങനെയുള്ളതെല്ലാം അനുസരിച്ച് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാം. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഞാനിത് കണ്ടത്. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് പേയ്മെൻറ്റ് ചെയ്യുവാണ്. നമുക്ക് ബാഗ് വേണോ കവർ വേണോ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേണമെന്ന് എടുക്കുക, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നമ്മളതെല്ലാം പേയ്മെൻറ്റ് ചെയ്തു, ബില്ലൊക്കെ എടുത്തു, പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.